അത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ എൻ്റെ ഒരു വിഷൻ നമ്മുടെ ഒരു കണ്ണിലൂടെ വരുന്നതാണ് ഈ ലോകം കാണുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് പ്രിപ്പയർ ആവണം. ഞാൻ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ റെറ്റിനയിൽ കൂടെ വരുന്നതാണ് ഈ ലോകം കാണുന്നത്. അപ്പോൾ നമ്മൾ എത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഒരു പ്രീ പ്ലാനിങ്. അന്നൊരു ചെറിയ പേടി ഉണ്ടാവും ആദ്യത്തെ. അതൊരു 1 ഡേ ഒക്കെ ഉണ്ടാവും. സെക്കൻഡ് ഡേ നമ്മൾ ട്രാക്കിലേക്ക് വരും, പിന്നെ സ്മൂത്ത് ആവും. പിന്നെ നമുക്ക് ടീം വർക്കായിരുന്നു. ഇപ്പോൾ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ് ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഫിലിം ഭംഗിയായി തീർക്കാൻ പറ്റും. അത് വർക്ക് ചെയ്തിരിക്കുന്ന താരങ്ങളാവട്ടെ, ഡയറക്ടേഴ്സ് ആവട്ടെ, ക്രൂ ആവട്ടെ, സീനിയേഴ്സ് മുതൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളുടെ കൂടെ തങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പോഴും നിലവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ആ ഒരു റേഞ്ച് വ്യത്യാസം ഉണ്ടല്ലോ. അത് ശരിക്ക് സാറിന്റെ ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ആയ ആക്ടേഴ്സ്, എക്സ്പീരിയൻസ് ആയ ഡയറക്ടേഴ്സ് പറഞ്ഞാൽ അത് നമുക്ക് സല്യൂട്ട് ചെയ്തേ പറ്റൂ. ഈ ഒരു ഫിലിമിൻ്റെ ഒരു ഏറ്റവും വലിയ ഫിലിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആണ് അസറ്റ്. കാരണം ഇതൊരു ഇൻഫിനിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് മറ്റേത് ജോബിലും ഒരു ഫിക്സഡ് ഉണ്ട്. ഇപ്പോൾ മോർണിംഗ് പോകുന്നു, ഈവനിങ് തിരിച്ചു വരുന്നു. ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ ബാങ്കിൽ ഡ്യൂട്ടി മാത്രം നോക്കിയാൽ മതി. ഇതങ്ങനെയല്ല. ഒരു ദിവസം മാർക്കറ്റ് ആയിരിക്കും, ഒരു ദിവസം എയർപോർട്ട് ആയിരിക്കും.